ജിക്ക ഇങ്ങൊന്ന് വന്നേ. എന്താ? ഇങ്ങ് വാ. എന്താ? ഇത് നോക്കേ. പിന്നെ പോയോ? ഇത് വല്ലപ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കുക. ഇതാ ഞാൻ അന്നൊട്ടേ പറഞ്ഞത്, ശ്രീനാഥേട്ടന്റെ വണ്ടിയിലുള്ള പോലത്തെ ഒരു ബ്ലോക്ക് പങ്ക് വാങ്ങി വെക്കാൻ. അതിനത് അവന്റെ വണ്ടിയുടെ കൂടെ കിട്ടിയതല്ലേ. നമ്മുടെ വണ്ടി അങ്ങനെയാണോ? അതുപോലെ തന്നെ ജിക്കാക്കാക്ക വാങ്ങിച്ചാൽ എന്താ? കണ്ട നീ കണ്ട വെബ്സൈറ്റിലും യൂട്യൂബിലും പറയണ കേട്ടല്ല അങ്ങനെ പറയുന്നത്. നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് ഒരു വണ്ടി ഓടിച്ചാലും കിട്ടില്ല. ഷാർജ ഷേഖും ദുബായ് ഷേഖും ഒരുമിച്ചാണല്ലോ. എന്താണ് എന്താ ഇപ്പോഴത് കഴിക്കൊണ്ടിരിക്കുകയാണോ? അവിടെ സാധനങ്ങളൊക്കെ കുപ്പി കയറുന്നുള്ളൂ. അത് കഴിയുമ്പോഴേക്കും ഞാൻ എന്റെ പണി തുടങ്ങിക്കൊള്ളൊക്കെ. എന്ത് കഷ്ടമാണ്. ഒന്ന് ഹെൽപ്പ് ചെയ്യും. എന്റെ പൊന്നുമായി നീ എങ്ങനെയെങ്കിലും തുടയ്ക്കുക, അല്ലെങ്കിൽ ആ പോയ അബ്ദുൽ ഖാദർ സാഹിബ് പറഞ്ഞ എല്ലാം ഞാൻ കേൾക്കേണ്ടി വരും. ഇല്ല മിക്കാക്കാവ് കൊണ്ടുപോവാൻ ഉമ്മച്ചി ഇത്തത്തെയും കൈ കിട്ടിയതെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ചു. ഞങ്ങളതെല്ലാം പാക്ക് ചെയ്ത് എയർപോർട്ടിലോട്ട് പോകുമ്പോഴാ ജിക്കാക്ക ഷോറൂമിന്റെ അവിടെ കാറ് നിർത്തുന്നത്. ഞാനും ജിക്കാക്കയും കൂടി ഇവിടെ പഴയ കാറിന്റെ ഷോറൂം തുടങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലാ. പക്ഷെ കാശില്ല. മിക്കാക്ക അവിടെ എല്ലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് കാശും ചോദിച്ചു. മിക്കാക്ക അതിനൊന്നും പറയാണ്ട് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു. ഫിദാത്തായിട്ടുള്ള നിക്കാഹിനെ നീ എന്നിട്ട് ജിക്കാക്കയെ കൊണ്ട് സമ്മതിപ്പിക്കണം. നീ പറഞ്ഞാലേ അവൻ കേൾക്കുള്ളൂ. സെറ്റ്. എന്തായി നമ്മുടെ കാര്യം? എന്തായി? കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നീയും കൂടെ ഒന്ന് പോയി സംസാരിക്കായിരിക്കും എൻ്റെ ശരി. ശരി, നീ കൂടെ വാ. ഏയ് ഇല്ലളിയാ, ഞാൻ വരുന്നില്ല. നീ ഒറ്റയ്ക്ക് പോയി പറഞ്ഞാൽ മതി. എങ്ങാനും ഇത് പാളിയാലുണ്ടല്ലോ നിനക്ക് പൊടിയും തട്ടി കുടുംബത്തിൽ കയറാം. എൻ്റെ കാര്യം അങ്ങനെയല്ല, ഞാൻ പോയിടും. പോയിട്ട് വരാം. ബെസ്റ്റ് വിഷസ്. പോയി പൊളിക്ക്. ഇതൊക്കെ ഈ ആളൊഴിഞ്ഞ സ്ഥലത്തൊക്കെ കൊണ്ട് തുടങ്ങിയാൽ കച്ചവടം നടക്കും. അല്ല, വിൻറ്റേജ് കാറിന്റെ ബിസിനസ് ആണല്ലോ, അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ എവിടെയാണെന്ന് തേടി പിടിച്ച് വരും. ജിമ്മി അഡ്വാൻസ് എത്ര കൊടുത്തു? 10. അങ്കിള് എൻ്റെ കയ്യിൽ ബാലൻസ് കൊടുക്കാനുള്ള ഫണ്ട് സെറ്റായിട്ടില്ല. എങ്ങാനും ടൈമിൽ സെറ്റായില്ലെങ്കിൽ അങ്കിൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ജിമ്മി, കൂട്ടുകച്ചവടം എനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമില്ല. പിന്നെ ഇവൻ വന്ന് പറഞ്ഞപ്പോൾ ജിമ്മിനെയാണെങ്കിൽ എനിക്ക് നേരത്തെ പരിചയം ഉണ്ടല്ലോ. ജിമ്മി ഫണ്ട് സെറ്റാക്ക്, ബാക്കി നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. മാമ, ഇവരിൽ ആർക്കായിരുന്നു വേഗത കൂടുതൽ? മിൽക്കിയായിരുന്നു സ്പ്രിൻ്റർ. ജിമ്മിയുടെ ഐറ്റം 400-800 ഒക്കെ ആയിരുന്നു. 82 ഡൽഹി. വാ ഇരിക്കും. ഇത് 86 കൊറിയ. കണ്ടോ, ആ വർഷം PT ഉഷയ്ക്ക് 5 മെഡലായിരുന്നു. 4 സ്വർണ്ണം 1 വെള്ളി. അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, രോമാഞ്ചം കൊണ്ട്. ഉമ്മ വിളിക്കുന്നു. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്താ ഇവിടെ ഇരിക്കേ. അതെ, ഉമ്മയൊന്നും വിളിച്ചില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഓഹോ, ഇത്താത്ത എനിക്കിപ്പോ ഇത്താത്താടെ ഇൻസ്റ്റൈഡ് എന്ന് പറഞ്ഞുതരോ? എന്തിനാ? അതൊക്കെ ഉണ്ട്. കാര്യം എന്താന്ന് പറഞ്ഞാ തരാം. ഇത്താത്ത തരാൻ പറ്റുമോ ഇല്ലയോ? എന്തൊരു കഷ്ടമല്ലേ. അല്ലെങ്കിലും നമ്മുടെ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ടാസ്ക് ആയിട്ട്. ആകെ ഒരടി വീതിയുള്ള റോഡിലൂടെ ഒന്ന് കട്ട് ചെയ്യുമ്പോഴേക്കും സീനാകും. പിന്നെ ജസ്റ്റ് ഒരു ഓട്ടോ ബാങ്ക് ഓപ്പോസിറ്റ് വന്നപ്പോൾ പണി പാളി. നീ ഒരു കാര്യം ചെയ്യ്, ആ കമ്പനിപ്പടിയിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്ക്. അല്ലേക്ക ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കണോ? നീ കൊണ്ടുപോയി കൊടുക്കണം, ഇതിന്റെ പൈസ കൊടുക്കണം. പൈസ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ ആകെ പാളീസായിട്ടിരിക്കണേക്ക. യാസ്മിന് വന്നിട്ടുണ്ടായ പ്രധാന മാറ്റം ഒരു പാത്രം പോലും എടുത്തു വെക്കാത്ത ജംഷു ഇപ്പൊ അടുക്കള കയറി എന്നുള്ളതാ. ജംഷു ചെയ്യുന്ന കണ്ടിട്ട് ഷാജിക്ക് അവരെ സ്വന്തം പാത്രം കഴുകി വെക്കാൻ തുടങ്ങി. അപ്പൊ നിന്റെ പണി കുറഞ്ഞല്ലോ. ഒരു പരിധി വരെ പിള്ളേർക്ക് ഒരിത്തിരി ഒതുക്കം കിട്ടാനായിട്ട് നേരത്തെ കെട്ടിക്കുന്നത് തന്നെ നല്ലത്.
ജിമ്മിയുടെ കാര്യമായോണ്ടാ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഓ കല്യാണമൊക്കെ നമ്മൾ വിചാരിച്ചേക്കാൾ ഉഷാറായി. അതെ അതെ, വിരുന്നിന് മോക്കൊക്കെ എവിടെ വരെ എവിടെ വിരുന്ന് തുടങ്ങിയിട്ടുള്ളൂ. ഇന്ന് വൈകിട്ട് നൗസാദിൻ്റെ അവിടെ പോകണം, നാളെ നിലമ്പൂരും. ഇപ്പൊ പോകാതിരിക്കാനും പറ്റില്ല. നീ ആ ഫോൺ അവിടെ വെച്ചിട്ട് കഴിക്കുമ്പയ്യും. ഇക്ക, ഞാൻ ഖദീജിത്താനോട് പറയുമായിരുന്നു. കഴിഞ്ഞ ദിവസം യാസ്മിന്റെ വീട്ടിൽ പോയപ്പോ ഫിദയുടെ ഉമ്മ എന്നോട് ജിമ്മിയെ പറ്റി കാര്യമായിട്ടൊക്കെ ഒന്ന് അന്വേഷിച്ചു. അവർക്ക് ഇവനോട് നല്ല താല്പര്യം ഉണ്ടെന്നേ, അല്ലേ ഇക്ക? ആ അതെ അതെ, നമുക്ക് ആ കുട്ടി ഇവന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? എനിക്കിഷ്ടായി. നല്ല ഭംഗിയുള്ള കുട്ടിയാ, നല്ല വിദ്യാഭ്യാസം ഉണ്ട്, കാര്യപ്രാപ്തി ഉണ്ട്. ജിമ്മി നീ എന്തെങ്കിലും ഒരു അഭിപ്രായം പറ. അവനിതൊന്നും ശ്രദ്ധിക്കണ പോലുമില്ല. ജിമ്മി, നീ എന്തേലും ഒന്ന് പറയടാ. നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഫിദ അറിയുന്നുണ്ടോ? എനിക്ക് ആ കൊച്ചിനോട് സംസാരിച്ചപ്പോൾ അവൾക്ക് കല്യാണം കഴിക്കാനുള്ള വൈബായില്ലെന്ന് തോന്നി. എന്താണ് ഈ വൈബ്? വാപ്പച്ചിയുടെ ടെൻഷൻ കണ്ടാ തോന്നുന്നു എനിക്ക് എന്തോ ആ ചൊവ്വ. കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ അതിന്റെ ഉമ്മ വന്ന് ഇത്ര കാര്യമായിട്ട് എന്നോട് സംസാരിക്കോ, അല്ലേ ഇക്ക? ആ മോളെ ഫിദ വല്ലതും പറഞ്ഞോ? പിതത്താത്തേക്ക് ചിക്കാക്കേനോട് ഇഷ്ടക്കേടൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഇനി ഇത് നടക്കുകയാണെങ്കിൽ നല്ലതല്ലേ? അത് പൊളിക്കും. എന്നാ പിന്നെ നമുക്ക് ഇതങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാം അല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ സംസാരത്തിന്റെ ഇടയിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കാം നൈസായിട്ട്. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇക്ക പിന്നെ ഒഫീഷ്യലായിട്ട് ചോദിച്ചാൽ മതി. അതിന് ഇവനെന്തെങ്കിലും പറയണ്ടേ? എങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ചായക്ക് മെതിടാൻ സമയം തോന്നുന്നു. ചുമ്മാ ജാട കാണിക്കണം. ഇപ്പൊ തന്നെ ഫിജത്താത്തിട്ടാണ് ചിക്കാകെ ചാറ്റ് ചെയ്യണേ. പറയാൻ പറഞ്ഞപ്പോ അത് പറഞ്ഞില്ലല്ലോ. അവര് വരുമ്പോ കുടിച്ചോളാന്നല്ലേ പറഞ്ഞത്. അപ്പൊ കുടിക്കണ്ടേ ഇനി ഇതിന്ന്? അല്ല ടേസ്റ്റോ വേണ്ട, വെറുതെ നോക്കിയിരുന്നു. എഴുന്നേറ്റാ? എന്തൊരു ഉറക്കമായിരുന്നടാ. വേഗം പോയി കുളിച്ച് റെഡി ആയിട്ട് വാ. നിന്റെ കാര്യം ഇവിടെ എല്ലാരും സംസാരിക്കണേ. എന്ത് കാര്യം? കല്യാണ കാര്യം, അല്ലാതെ എന്ത്. ഡാ മറിയം, ആരായി നിത്യ? നീ എന്തിനാ ഈ സാധനങ്ങൾ എടുത്ത് നോക്കുന്നേ? ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഒരാളുടെ പേഴ്സണൽ സാധനങ്ങൾ എടുക്കുമ്പോൾ ചോദിക്കണ്ടേ? മൈക്കുട്ടി, മൈക്കുട്ടി വന്നേ. എനിക്ക് മൈക്കുട്ടിയുടെയൊക്കെ പ്രായമുള്ളപ്പോഴേ സ്കൂളിൽ വെച്ചൊരു ദിവസം ഞാൻ ഗ്രൗണ്ടിൽ കളിക്കാൻ വേണ്ടി ഓടുവാണ്. അപ്പോൾ സ്റ്റാഫ് റൂമിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
അപ്പുറത്തെ ക്ലാസ്സിലെ പുതിയ കുട്ടീനെ വിളിച്ചിട്ട് വരാൻ. അപ്പം ഞാൻ വേഗം പോയി ആ കുട്ടീനെ വിളിച്ച് തിരിച്ച് സ്റ്റാഫ് റൂമിൻ്റെ അടുത്ത് എത്താറായപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് ആ കുട്ടി എന്നെ നോക്കി ബ്യൂട്ടിഫുള്ളായിട്ട് ചിരിച്ചു. അവളുടെ പേരാണ് നിത്യ. ജിക്കാക്ക എന്നോട് കുറേ കഥകൾ പറഞ്ഞു. നിത്യ ചേച്ചീനെ ആദ്യമായിട്ട് കണ്ടതും അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് കുറേ വർഷങ്ങൾ സന്തോഷമായിട്ട് ഇരുന്നതും ഒക്കെ പറഞ്ഞു. അങ്ങനെ കണ്ട് 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 ഒരു ദിവസം കാണാതായി. എന്തോറ്റി? ഇതാണോ അതിന്റെ ട്രെയിനിങ്? നാട്ടുകാർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. നിങ്ങൾ എങ്ങനെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഞാനോ ലളിതയും ഉണ്ടായിരുന്ന സമയത്താണ് ജിമ്മി ഇവിടെ വന്നിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കുട്ടികളാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നോണ്ടിരിക്കല്ലോ, അത് അത്രേ കാണേണ്ടുള്ളൂ. ഈ നാട്ടുകാർ പറയുന്നത് പോലെയൊന്നും. അച്ഛാ, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം. നിനക്കൂടെ കെട്ടണോ? എടാ നിന്നോട് ചോദിച്ചേ, നിനക്കൂടെ കെട്ടണോന്ന്? ഇങ്ങോട്ട്. അവർക്ക് സമ്മതാണെന്നല്ലേ നിന്നോട് പറഞ്ഞു? അല്ല, ഇനി അവിടെ ചെന്നിട്ട് വെറുതെ പ്രശ്നം ആവരുത്. ഇല്ലിക്ക, എപ്പോൾ വേണമെങ്കിലും ചെന്നോളാനാ അവര് പറഞ്ഞേക്കണേ. എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട. നീ ഒരു ഡേറ്റ് നോക്ക്, വേണമെങ്കിൽ ഞാനും വരാം. അത് മതി, അത് മതി. അത് നമുക്ക് അതൊരു 40 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. അതെ, നമുക്കിതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ? വേഗം തീരുമാനിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ നീ ഇന്നലെ കുഴപ്പമില്ലെന്ന് പറഞ്ഞതോ? എന്നാലും ഇങ്ങനെ എടുത്തു ചാടി തീരുമാനിക്കുന്നത് കല്യാണമല്ലേ, കച്ചവടമൊന്നുമല്ലോ. ഇവന്റെ കാര്യത്തിൽ ഒരുറപ്പും ഇല്ലാതെ എന്നെ വിളിക്കരുത്, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം എക്സിനെ കണ്ടതാണ് പ്രശ്നം അല്ലേ? പ്രശ്നമൊന്നുമില്ല, കണ്ടു, പിന്നെ സംസാരിച്ചില്ല. അത് സംസാരിച്ചൂടെ? സംസാരിക്കാൻ, പക്ഷെ എന്ത് സംസാരിക്കാണ്? ഐ മിസ് യു ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു തുടങ്ങ്. പോടോ, അങ്ങനെയൊന്നുമില്ല. കണ്ടപ്പോ ഒരു ഇളക്കം. ഇളക്കൊന്നുമില്ല. നിത്യ ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് അവൾക്ക് ഇപ്പൊ കുട്ടിയൊക്കെ. അപ്പൊ കറക്റ്റ് ടൈം അല്ലേ? താൻ ചെന്നിട്ട് ആ പയ്യനെ നോക്കി, നീ എനിക്ക് പിറക്കാതെ പോയ മകനാണ് ഉണ്ണി എന്നൊരു 5 ഡയലോഗ് അടിച്ചിട്ടെങ്കിൽ വാ. എടോ, മനസ്സിൽ മിണ്ടണമെന്നുണ്ടെങ്കിലേ താൻ ഇങ്ങനെ മടിച്ചു നിൽക്കാതെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യും. ഒന്ന് കണ്ടോക്കല്ലേ? ധൈര്യമായിട്ട് പോ. താൻ കൊള്ളാട്ടോ. താങ്ക് യു. അല്ല, ഇപ്പൊ പോണോ? അല്ല, ഇപ്പൊ ഞാൻ വേറെ ഷർട്ട് കിട്ടുമെന്ന് നോക്കാൻ പോവാ. എനിക്ക് വെള്ളം കുടിക്കണേ മറക്കല്ലേ. കുടിച്ചോളാം. പിന്നെ മുങ്ങാനുള്ള പ്ലാൻ ആയിരുന്നോ? കാണാൻ തന്നെ വന്ന. എന്നിട്ട് അന്ന് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നിന്നെ കണ്ടായിട്ട് ഡാർക്കും. നിനക്കൊരു മാറ്റമില്ലല്ലോ.
ചായ കുടിച്ചാലോ? കുടിക്കാം. എന്നാ വാ. മിന്നൂസ് ടീ സ്റ്റാർ. നമ്മൾ സ്കൂളിൽ പോണ വഴിയിലൊരു ചായക്കട ഉണ്ടായിരുന്നില്ലേ? പീറ്ററിന്റെ അവിടെയല്ലേ നമ്മൾ കുറെ കാലം പോയി ചായ കുടിച്ചിട്ടുണ്ട് അവിടെ. ആ അതന്നെ. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ. ആണോ? ആ ഒരു ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ പ്രാക്ടീസ് ഒക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയത് അവിടെ. എന്നിട്ട് നിന്റെ ഉപ്പ് വന്നു, നീ എഴുന്നേറ്റ് ഓടി. ഇപ്പഴും വാപ്പനെ കാണുമ്പോ ഓടാറുണ്ടോ? ഇല്ല, ഇപ്പൊ വാപ്പായ ഓടാറ്. പീറ്ററിന്റെ മോളുടെ കല്യാണത്തിന് ഞാനും ബാബിച്ചും കൂടി പോയിണ്ടായിരുന്നു. ആണോ? നീ എന്താ ഇത്രയും കാലമായിട്ടും കേട്ടാഞ്ഞേ? പെണ്ണ് കിട്ടിയില്ലേ? കിട്ടിയില്ല. എന്ത് പരിപാടിയാണ് കാണിച്ചേ? മോനെ അത് പോയ നന്നായി. ഇത് കൊള്ളാം. ഇത് തന്നെ നീ ജിമ്മിയോടും കൂടെ ഒന്ന് പറയണം. നല്ലൊരു ദിവസമായിട്ട് അവന്റെ വഴി കേൾക്കാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. യു ഗോട്ട് മൈ പോയിന്റ്. ആ, അവൻ എന്നെക്കുറിച്ചൊന്നും പറഞ്ഞു കാണില്ലല്ലേ? ആ, നമ്മളൊരു തീരുമാനമെടുത്ത് ഫിദയുടെ വീട്ടുകാരോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിഞ്ഞത്. ദേഷ്യം വരില്ലേ? ഇതാ അമ്മ. എന്തെഴുതാ? നീ ഇതെവിടെയായിരുന്നു? ഞാൻ ഒരു വണ്ടിയുടെ കാര്യമായിട്ട് പുറത്തു പോയിക്കായിരുന്നു. എന്നിട്ട് കാര്യം നടന്നോ? നടന്നു. ഡേയ്, പഠിത്തത്തിലാണ്. നിനക്കിപ്പോഴും ആ പഴയ പെങ്കൊച്ചോട്ട് ബന്ധമുണ്ടോ? ഞങ്ങളൊന്ന് കണ്ടെന്നുള്ളൂ. വെറുതെ ഒരു കാഷ്വൽ മീറ്റിംഗ്, അത്രേ ഉള്ളൂ. ഞാൻ പോയി ഒരു ഷെയ്ക്ക് അടിച്ചിട്ട് വരാം. മൊത്തത്തിലൊന്ന് തണുക്കേണ്ട ആവശ്യമുണ്ട്. എന്താ അതിൻ്റെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതുവരെയായിട്ട് ഒന്നും പഠിക്കരുത്. വെറുതെ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് ജീവിതം കളഞ്ഞു. അനുഭവം തന്നെ. ഇത്ര ഉറച്ചൊരു ബന്ധം നീ എന്താ വേണ്ടെന്ന് വെച്ചത്? കല്യാണത്തിന്റെ കാര്യമല്ലേ, ആലോചിച്ച് തീരുമാനിക്കാന്ന് വിചാരിച്ചു. ഓ, അല്ലാതെ അവളെ കൊണ്ടോട്ടല്ല. വാ തുറന്ന് ഉത്തരം പറയടാ. ഞാൻ പറഞ്ഞല്ലോ, കാണാൻ വേണ്ടി പോയതല്ല. എടാ, കുറച്ച് ഡിസിപ്ലിനായിട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിൽ നാഷണൽ ലെവലിൽ അത്ലറ്റ് ആയിന നീ. എനിക്കൊന്നും ചെറുപ്പത്തിൽ ആഗ്രഹിക്കാൻ പറ്റാത്ത സൗകര്യങ്ങളാണ് നിനക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ളൂ. അതൊക്കെ നീ കളഞ്ഞത് ആ പെണ്ണിൻ്റെ പേരിലല്ലേ? കാര്യങ്ങളൊക്കെ ഒന്ന് കരക്കെടുത്തെന്ന് വിചാരിച്ചപ്പോൾ ഉടനെ ആ പെണ്ണിനെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു. പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? അത്രയ്ക്ക് ഫുള്ളാണോ നീ? അതെ, ഞാൻ ഫൂളാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പങ്കും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ചിലവഴിച്ച ഞാൻ ഫൂളാണ്. ഞാൻ പറഞ്ഞു ബാബുജി എനിക്ക് അത്ലറ്റ് ആവണമെന്ന്. എനിക്കെന്താ വേണ്ടതെന്ന്, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നിങ്ങൾ എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഫിനിഷിംഗ് ലൈനിൽ കയ്യും വിരിച്ച് വരുന്ന സന്തോഷം എന്ന് വിചാരിച്ച ഫൂളാണ് ഞാൻ. ഓരോ തവണ മീറ്റിന് ട്രാക്കിൽ ഇറങ്ങുമ്പോഴുണ്ടല്ലോ പേടിയാണ്. എങ്ങനെ രണ്ടാമതായി നിങ്ങളെങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർത്തിട്ട്. ആ എൻ്റെ ഇമോഷനും ആഗ്രഹവും മനസ്സിലാക്കി എൻ്റെ കൂടെ നിന്നവളാണ് അവള്, നിത്യ. എല്ലാം തകർത്തിട്ട് വന്നിട്ട് അവസാനം വർത്താനം പറയരുത്. ഞാൻ എന്ത് തകർത്തെന്നാ നീ പറയുന്നത്? അവനവൻ്റെ കുറ്റം മറ്റുള്ളവൻ്റെ തന്നെ കെട്ടി വെക്കരുത്. എനിക്ക് നിത്യനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു. നിങ്ങളന്ന് വന്ന് തല്ലില്ലേ, അതിലെല്ലാം പോയി. വാപ്പയും ആകുമ്പോഴേ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ശാസിക ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. അതിനൊക്കെ മറുപടി പറയേണ്ടതേ 10-15 കൊല്ലം കഴിഞ്ഞിട്ടല്ല. നീ വാ തുറന്ന് ചോദിച്ചിട്ടുള്ള ഏത് കാര്യമാണ് ചെയ്യാതിരുന്നിട്ടുള്ള ഞാൻ? നീ ഇവിടെ ജീവിക്കുന്നത് എൻ്റെ ചെലവിലാണ്. നാട്ടുകാരെ ധരിപ്പിക്കാൻ വേണ്ടി കുറെ കാറ് വാങ്ങിച്ച് മുറ്റത്ത് കൂട്ടിയിട്ടുണ്ട്. മര്യാദയ്ക്കൊന്നും തുപ്പാൻ പോലും സ്ഥലമില്ല. ഈ കൊച്ചിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ല. നീ എന്ത് കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്? എന്നിട്ട് ഞാൻ നിന്റെ ജീവിതം തുളച്ചു എന്നല്ലേ? നാണമില്ലട നിനക്ക് ഇതൊക്കെ പറയാൻ. വാപ്പച്ചി ചോദിച്ചപ്പോ അറിയാണ്ട് പറഞ്ഞു ഇതാ. ചിക്കാക്ക എങ്ങോട്ടാ?
ഞാൻ ഗ്യാരേജിലേക്ക് അവിടെ നിന്ന് വേണം കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. ഇവിടെ ഇരുന്നും ചെയ്യാലോ. അതൊന്നും ശരിയാവില്ലെന്നേ. എന്നാ ശരിയാവത്തെ? മയ്യ വാശി പിടിക്കല്ലേ. ഞാൻ ഒരു കാര്യമില്ല ഒന്നും പറയില്ലെന്ന് അറിഞ്ഞൂടെ. ജിക്കാക്ക ഇനി എപ്പോഴാ കാണാ? ഞാൻ എവിടെ പോനാ? മൈക്കുട്ടി വിളിച്ചാൽ ഞാൻ ഓടി വരില്ലേ? ഷോറൂമിന്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് നിൽക്കാലോ. എടാ നീ എങ്ങോട്ടാ ഈ പോണേ? ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ലമ്മ. അത് വാപ്പച്ചി ദേഷ്യം വന്നപ്പോ പറഞ്ഞല്ലേ മോനെ. എന്ന് വെച്ചേ? വാപ്പച്ചിക്ക് മാത്രമല്ല ദേഷ്യമുള്ളത്. മോനെ ജിക്കാക്ക ഇനി പോണോ? ചിക്കാക്ക പോയാലേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പോയിട്ട് വരാം. നിങ്ങളുടെ പഴയ മുരട്ട് സ്വഭാവമൊക്കെ മാറിയെന്നാ ഞാൻ വിചാരിച്ചേ. ഞാനും. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി പെട്ടെന്ന് വണ്ടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് മാറാൻ? അല്ല, കുറച്ചാളായിട്ട് ആലോചിക്കുന്നു. ഇപ്പൊ സാഹചര്യം വന്നപ്പോ ഇതിവിടെ കൊണ്ടിട്ട് കാര്യം സലാവുവിനോട് പറഞ്ഞു? പറയണം. ഒരു കാര്യം ചെയ്യേ, ബാക്കി ക്യാഷ് കൊടുത്ത് ഈ സ്ഥലം തീർപ്പാക്കാൻ നോക്ക്. അല്ലെങ്കിൽ പെട്ടെന്ന് പറയുമ്പം അത് എൻ്റെ ബുദ്ധിമുട്ടൊക്കെ അങ്കിളിന് അറിയാലോ. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഒരു വിലയിട്ടിട്ട് ഈ വണ്ടികളൊക്കെ ഞാൻ എടുക്കാം. സലാവിന് കൊടുത്ത 10 ഞാൻ തരാം. പിന്നെ കച്ചവടം ഞാനും സലാവും തമ്മിലായല്ലോ. ജിമ്മിയുടെ തൽക്കാലത്തെ പ്രശ്നവും തീരും. എന്തേ? അല്ല അച്ഛൻ അങ്ങനെയല്ലായിരുന്നല്ലോ നേരത്തെ പറഞ്ഞിരുന്നത്. മുമ്പത്തെ പോലെയല്ലല്ലോ ഇപ്പൊ കാര്യങ്ങള്, അല്ലേ ജിമ്മി? അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്കിള് കൂടെ ഉണ്ടാവണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി ജിമ്മി ആലോചിച്ച് പറയും. ആടാ പേടിക്കണ്ട, അച്ഛനോട് ഞാൻ ഒന്നോടെ സംസാരിച്ചു നോക്കാം. എപ്പോ ചെന്നിട്ട് എന്നാ പോ. വെള്ളം കുടിക്കേ.